ായ മഹാദൈവമാണ് ആമേൻ. ആദ്യ മനുഷ്യനായ ആദാമിനെയും ഹവ്വയുടെയും വിവാഹം നടത്തിക്കൊടുത്തത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവിടെ കേൾക്കും. ഇവിടെ ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ആമേൻ. ഇവിടെ പൊന്നില്ല, ഇവിടെ മിന്നില്ല, മന്ത്രമില്ല, മന്ത്രകോടിയില്ല, കൊട്ടില്ല, കുരവിയില്ല, തീയില്ല, മലനില്ല. ഇവരെ എങ്ങനെയാണ് യോജിപ്പിക്കപ്പെടുന്നത്? ആമേൻ. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന സർവശക്തനായ മഹാദൈവം ഈ ആമേൻ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന സർവശക്തനായ ദൈവം മൂന്ന് വിധത്തിലാണ് ഇവർ യോജിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, പ്രമാണത്താൽ ഇവർ യോജിക്കപ്പെടുന്നു. ഇവിടെ മൂന്ന് ദൈവവചനങ്ങൾ കർത്തൃദാസന്മാർ പ്രസംഗിച്ചു. വളരെ ശക്തമായ മെസ്സേജുകൾ പറഞ്ഞു. അതുകൊണ്ട് ഇവർ യോജിപ്പിക്കപ്പെടാം. രണ്ടാമത്, ഇവർ പറയുന്ന ഉടമ്പടി വാചകത്താൽ ഇവർ യോജിപ്പിക്കപ്പെടുന്നു. മൂന്നാമത് ആമേൻ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദൈവത്താൽ ഇവർ യോജിപ്പിക്കപ്പെടുക. ഒന്ന് പ്രമാണത്താൽ, രണ്ട് ഉടമ്പടി വാചകത്താൽ, മൂന്ന് ദൈവത്താൽ ഇവർ യോജിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം ഇവിടെ വ്യക്തമായി ഇവിടെ വെളിപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ആമേൻ. ബിജോയ് പാസ്റ്റർ ആ ഭാഗമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു വാക്ക് പറയാം. നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചുടിച്ചോര ചിന്തിയ നമ്മുടെ യേശു കർത്താവ്, അവൻ വീണ്ടും തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരും. ആ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട ദൈവമക്കൾ മാത്രം ആ കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തന്റെ കുഞ്ഞുങ്ങൾ നയിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയോഗത്താലും ദൈവകൃപയാലും ഇടയാകട്ടെ എന്ന ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കുഞ്ഞാട്ടിൻ